തൗബലിലെ യുദ്ധസ്മാരകത്തിന് സമീപത്തു നിന്നാണ് യാത്ര ആരംഭിക്കുക. ഇന്ത്യ മുന്നണിയിലെ 10 പാർട്ടികൾ യാത്രയിൽ പങ്കെടുക്കും. പാർട്ടി നേതാക്കളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ക്ഷണിച്ചിട്ടുണ്ട്. വർത്തമാനകാല കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനമായിരുന്നു രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനായിരുന്നു ആ യാത്രയെങ്കിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര നീതിയും ന്യായവും ചോദിച്ചാണ്. വർഗീയ കലാപം തുടരുന്ന മണിപ്പൂരിലെ ജനതയ്ക്ക് നീതി ചോദിച്ചാണ് യാത്ര ആരംഭിക്കുന്നത്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരും വിവിധ മേഖലകളിലെ പ്രമുഖരും യാത്രയുടെ ഭാഗമാകും. തൊഴിലില്ലായ്മ, ദലിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വിലക്കയറ്റം എന്നിവ യാത്രയിൽ ഉന്നയിക്കും. യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ബസ്സിലായിരിക്കും യാത്ര. സാധ്യമാകുന്ന ഇടങ്ങളിൽ 6 കിലോമീറ്ററോളം നടക്കും. യാത്ര നാളെ നാഗാലാൻഡിലേക്ക് കടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇന്ന് ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കുന്നത്. 110 ജില്ലകളിലൂടെ 67 ദിവസങ്ങളിലായി കടന്നുപോകുന്ന യാത്ര 6700 കിലോമീറ്ററാണ് താണ്ടുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മാർച്ച് 20 മഹാരാഷ്ട്രയിലാണ് സമാപിക്കുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.